ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണിത്. പിന്നെ മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് ആക്കിയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ നമുക്ക് എല്ലാ സൈഡുകളും ഒന്നങ്ങ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഇത് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോരോ സ്ലൈസ് ബ്രെഡായിട്ട് എടുത്തിട്ട് ഇതുപോലെ എന്തെങ്കിലും ഗ്ലാസ്സോ അല്ലെങ്കിൽ ടോപ്പോ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഞാൻ ഒരു വലിയ സവാള കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ സവാളയേക്കാളും ഒരല്പം ചെറിയ ഒരു തക്കാളി കൂടി അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ കുഞ്ഞു മക്കൾക്ക് ലഞ്ച് ബോക്സൊക്കെ ആക്കിയിട്ട് തയ്യാറാക്കി കൊടുക്കുന്ന സമയത്ത് ഇത് നമ്മൾ ആഡ് ചെയ്യാതെ പിന്നെ അതിന് പകരമായിട്ട് ഒരല്പം പെപ്പർ പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഒരല്പം മാത്രമേ ആവശ്യമുള്ളൂ. ഇനി ഇതിന് നമുക്കൊരു ഫോർക്കോ സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഹാൻഡ് വിസ്കോ വെച്ചിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് അല്പം എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലോട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഭാഗത്തോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ടൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മോസറല്ല ചീസാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ ഇതിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസ് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു ഭാഗം കുക്കായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അടുത്ത സൈഡിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ സ്ലൈസ് ബ്രെഡും ചെയ്തെടുക്കാം. ഇനി 2 സൈഡും അങ്ങ് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതാ ഇവിടെ 2 സൈഡും നല്ലതുപോലെ അങ്ങ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും മുഴുവനായിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബായ്.